Good morning, all of you. Physical interpretation of curl. So, in section 9.8, we saw that if F is a velocity field of a fluid, then the circulation integral over C F dot dr of F around C is a measure of the amount by which the fluid tends to turn the curve C by circulating around it. The circulation of F is closely related to the curl of F. അപ്പോൾ നമ്മൾ മുന്നത്തെ സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് വെലോസിറ്റി ഫീൽഡ് ഓഫ് എ ഫ്ലൂയിഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർക്കുലേഷൻ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ പഠിച്ചു. സോ ദ സർക്കുലേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി കേൾ ഓഫ് എഫിനോട് റിലേറ്റഡ് ആണ്. ടു സീ ദിസ്, suppose P naught of X naught, Y naught, Z naught is any point in the fluid and CR is a small circle of radius R centered at P naught. So നമുക്ക് ഈ ഫ്ലൂയിഡിലുള്ള ഒരു ആർബിട്രറി പോയിന്റ് തന്നിട്ടുണ്ട്. CR ഒരു സ്മോൾ സർക്കിൾ ഓഫ് റേഡിയസ് R ആണ്. ഈ P naught സെൻറ്ററായി വരുന്ന ഒരു സ്മോൾ സർക്കിൾ ഓഫ് റേഡിയസ് R ആണ് CR. അങ്ങനെയാണെങ്കിൽ ദെൻ ബൈ സ്റ്റോക്സ് തിയറം നമുക്കറിയാം എന്ത് ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി ആർ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ഓവർ എസ് ആർ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണെന്ന് സ്റ്റോക്സ് തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടും. Now at all points P of XYZ within the small circle CR, if we take curl of P approximately equal to curl f of P naught ആണ്. P naught എന്ന് പറയുന്ന പോയിന്റിൽ curl f നോട് ഈക്വൽ ആണെങ്കിൽ then equation 8 gives the approximation line integral over CR f dot dr എന്ന് പറയുന്നത് is approximately equal to double integral over SR curl of f of P naught. f of P naught ന്റെ curl dot n at P naught ds എന്ന് കിട്ടും. So this is equal to ഈ കേൾ എഫ് അറ്റ് പി നോട്ടും ഡോട്ട് എൻ അറ്റ് പി നോട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം പി നോട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണല്ലോ. അപ്പോൾ ആ കോൺസ്റ്റന്റ് നമുക്ക് ഇൻ്റഗ്രേഷനെ പുറത്തെടുക്കാം. സോ ഇത് ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് ആർ ഡി എസ് എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു കേൾ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് എൻ ഓഫ് പി നോട്ട് എ ടി എന്ന് കിട്ടും, അല്ല എ ആർ എന്ന് കിട്ടും. where AR is the area pi r square of the circular surface SR ആണ്. അതിൻ്റെ ഏരിയയാണ് നമ്മുടെ AR വരുന്നത്. As we let R tends to 0, the approximation curl f of P എന്ന് പറയുന്നത് approximately എന്തായിരിക്കും, curl of f of P naught ആയിരിക്കും. അത് അതായത് നമ്മൾ R 0 ഇടുമ്പോൾ നമുക്ക് അപ്രോക്സിമേഷൻ കൂടുതൽ ആക്യുറേറ്റ് ആവും. So equation 9 എന്തായി മാറും, curl f at P naught dot n at P naught is equal to limit R tends to 0 1 by AR into ലൈൻ അതായത് ഈ AR നെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കത് 1 by AR ആയി മാറും LHSലോട്ട് എടുക്കുമ്പോൾ. സോ ലിമിറ്റ് R tends to 0 1 by AR line integral over CR f dot dr എന്ന് കിട്ടും ഈ ഇക്വേഷൻ. Thus we see that the normal component of curl f is the limiting value of the ratio of the circulation of f to the area of the circular surface. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ നോർമൽ കമ്പണന്റ് ഓഫ് കേൾ എഫ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി റേഷ്യോ ഓഫ് സർക്കുലേഷൻ ഓഫ് എഫ് ടു ദി ഏരിയ ഓഫ് സർക്കുലർ സർഫസ് ആണെന്ന് നമുക്ക് ഈ ഇക്വേഷന് മനസ്സിലായി. So for a small but fixed value of R we have, അപ്പോൾ ഒരു small but fixed value of R കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കേൾ എഫ് അറ്റ് പി നോട്ട് ഡോട്ട് എൻ അറ്റ് പി നോട്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 by AR ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി ആർ എഫ് ഡോട്ട് ഡി ആർ ആണെന്ന് പറയാൻ പറ്റും. Roughly then the curl of F is the circulation of F per unit area ആണ്. കേൾ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് എഫ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈക്വേഷനിൽ നിന്ന്. സോ ഇഫ് കേൾ ഓഫ് എഫ് അറ്റ് പി നോട്ട് എന്ന് പറയുന്നത് നോൺ സീറോ ആണെങ്കിൽ ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 11 ഈസ് എ മാക്സിമം വെൻ ദി സർക്കിൾ സി ആർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ എ മാനർ so that n of p naught points in the same direction as curl f at p naught.
LHS of 11 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു മാക്സിമം ആയിരിക്കും. LHS എപ്പോഴും മാക്സിമം ആവാം when the circle CR എന്ന് പറയുന്നത് situated in a manner so that n of P0 points in the same direction as curl F at P0. അപ്പം n of P0നും curl F at P0നും സെയിം ഡയറക്ഷൻ ആവുന്ന രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക. In this case, the circulation on the right side of equation 11 will also be maximum. Thus, a paddle wheel inserted into the fluid at P0 will rotate fastest when its axis points in the direction of curl F at P0. Figure 9.4145. ഇതാണ് ആ പാഡിൽ വീൽ P0 എന്ന് പറയുന്ന പോയിന്റിലാവുമ്പോൾ നമുക്ക് സർക്കുലേഷൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും കിട്ടുക. നോട്ട് to that the paddle wheel will not rotate if its axis is perpendicular to curl of F at P0 ആണ്. അപ്പം അത് പെർപെൻഡിക്കുലർ ആയി വെച്ച് ആക്സിസ് പെർപെൻഡിക്കുലർ ആയി വെച്ച് കഴിഞ്ഞാൽ ഈ പാഡിൽ വീൽ റൊട്ടേറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. റിമാർക്സ് ദി വാല്യൂ of the surface integral in 2 is determined solely by the integral around its boundary C. അപ്പോൾ ആ സർഫസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറിയിലെ അലോങ് ദി ബൗണ്ടറിയിലുള്ള ഇൻ്റഗ്രൽ വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദിസ് ബേസിക്കലി മീൻസ് ദാറ്റ് ദി ഷേപ്പ് ഓഫ് ദി സർഫസ് എന്ന് പറയുന്നത് ഇറലവൻ്റ് ആണ്. Assuming that the hypothesis of theorem 9.14.1 are satisfied, then for two different surfaces S1 and S2 with the same orientation and with the same boundary C, we have line integral over CF dot dr എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S1 curl F dot n dot ds ആയിരിക്കും. that is equal to ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S2 curl F dot n dot ds ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ ഫിഗറും അതുപോലെ പ്രോബ്ലം 17 and 18 ഈ എക്സസൈസിലുള്ള 17 and 18 പ്രോബ്ലത്തിലും ഇതാണ് നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. സോ ട്രൈ ഇറ്റ്. ഓക്കെ, മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് സെക്ഷൻ, that is triple integrals. Triple integrals. The steps leading to the definition of the three-dimensional definite integral of triple integral are quite similar to the steps leading to the definition of double integral. അപ്പോൾ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് ട്രിപ്പിൾ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. നമ്മൾ ആദ്യം പാർട്ടീഷൻ ചെയ്യും, എന്നിട്ടൊരു സ്മോൾ ഏരിയ കാണും, എന്നിട്ട് നോം പി ടെൻസ് ടു 0 ലിമിറ്റ് എടുക്കും. ആ സെയിം പ്രൊസീജിയറാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ obvious differences instead of a function of two variables നമ്മളിവിടെ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? we are integrating a function f of 3 variables ആയിരിക്കും. not over a region R in a coordinate plane but over a region D of 3-dimensional space ആയിരിക്കും. സോ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. W is equal to f of x y z എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഓവർ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ D ഓഫ് സ്പേസ് ആണ്, 3-dimensional സ്പേസ് ആണ്. ബൈ മീൻസ് ഓഫ് എ 3-dimensional ഗ്രിഡ് നമ്മൾ 3-dimensional ഗ്രിഡ് വെച്ചിട്ട് അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് ഒരു പാർട്ടീഷൻ ചെയ്യും. സബ് റീജിയൻ ഓരോന്നും DK ബോക്സസ് ആയിരിക്കും. അതിൻ്റെ വോളിയം ഡെൽറ്റ VK ആയിരിക്കും. സോ ലിമിറ്റ് നോം പി ടെൻസ് ലെറ്റ് നോം പി എന്ന് പറയുന്നത് നോം ഓഫ് ദി പാർട്ടീഷൻ ആണ്, അതായത് ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് ദി DK ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള സെയിം പ്രോസസ്സാണ്. സോ ഒരു സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യുന്നു, XK സ്റ്റാർ YK സ്റ്റാർ ZK സ്റ്റാർ. ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ടെന്ന് മാത്രം. ഇനി ഈ സബ് റീജിയൻ DK, എന്നിട്ട് നമ്മൾ സമ്മ ഫോം ചെയ്യും. സമ്മേഷൻ K ഈക്വൽ ടു 1 to n f of XK star YK star ZK star into delta VK പറഞ്ഞിട്ട് sum of the form summation K equal to 1 to n f of XK star YK star ZK star into delta VK, where XK star YK star ZK star is an arbitrary point within each DK and delta VK denotes the volume of each DK, is called a Riemann sum. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീമാൻ സം. ഈ ഫോമിലുള്ള സമ്മിനെയാണ് നമ്മൾ റീമാൻ സം എന്ന് പറയുന്നത്. Okay. The type of partition used in step 2 where all the DK lie completely within D
is called an inner partition of D. ആ പാർട്ടീഷനാണ് നമ്മൾ ഇന്നർ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഫോർമുല സമ്മിനാണ് നമ്മൾ റീമാൻ സം എന്ന് വിളിക്കുന്നത്. Now triple integral formula എന്താണ്? Let f be a function of 3 variables defined over a closed region D of 3-dimensional space. അപ്പോൾ ഒരു 3-dimensional സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഓവർ 3 വേരിയബിൾസ് ആണ് ക്യാപിറ്റൽ എഫ്. Then the triple integral of f over d എന്ന് പറയുന്നത് is given by triple integral of f of xyz dv over the region D is equal to limit norm p tends to 0 summation k equal to 1 to n f of xk star yk star zk star into delta vk. So ഇതാണ് നമ്മുടെ triple integral formula. As in our previous discussion on the integral, when f is continuous over d, the limit in 1 exists, that is f is integrable over d. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? f integrable over d ആണെന്ന് പറയും. Evaluation by iterated integrals.